ഞാൻ നിങ്ങളൊരു അത്ഭുതം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതൊരു പേരയാണ്. നമ്മുടെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പേര. ആ പേരയിൽ ഇതുണ്ടോ, ഞാൻ മുറ്റം അടിക്കുമ്പോൾ കാണുന്ന, മുറ്റം അടിച്ച് വെച്ചിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് ഈ ഒരു പൂവ്. ഇതുണ്ടോ ഒരു പൂവ്. ഒരു പൂവ് നിൽക്കുന്ന ഇത് ഈ കൊമ്പേ തന്നെ ഉണ്ടായിരിക്കുന്ന പൂവ്. ഈ വേറൊന്നും ഒരാൾ ബഡ് ചെയ്യാനോ അങ്ങനെയൊന്നും ഉള്ളൊരു സാഹചര്യമുള്ള ഒരു സ്ഥലമല്ലത്. അങ്ങനെ ഒരു പേരയല്ല. ആരും ഈ പേരയിലേക്ക് മൈൻഡ് തന്നെ ചെയ്യാത്തൊരു പേരയാണ്. പക്ഷേ അതുണ്ടോ ഒരു കൊമ്പ് ഉണ്ടോ. ആ പൂ എന്ത് രസത്തിലാണ് പൂ. നട്ട് വളർത്തിയാൽ ഇങ്ങനെ ഉണ്ടാവില്ല. അതേസമയം നമ്മുടെ ചെടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ബഡ് ചെയ്താന്ന് വിചാരിക്കും. ബഡ് ചെയ്താൽ പോലും ഇത്ര ഭംഗിയിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടോ, ഇത് തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വേറൊരു കമ്പ് ഇതുപോലെ ഒടിഞ്ഞിട്ടുണ്ട്. ആ ഒടിഞ്ഞ കമ്പേന്നാണ് ഇത് തളുത്തിരിക്കുന്നത്. കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇതുണ്ടോ ഒരു കെട്ട് പോലെ കിടക്കുന്നത്. അത് ഞാൻ ഒരാളെ വിളിച്ച് കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് അതതിൻ്റെ വേര് അങ്ങനെ വന്ന് കൂടിയതായിരിക്കും, വേരായിരിക്കും ചിലപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കട്ട പിടിച്ച പോലൊരു സംഭവം. അതേന്നൊരു കൊമ്പ് വന്നിട്ട് ഇതുണ്ടോ കുറേ നീളം. അതിൽ ഇലയൊക്കെ നോക്കി, ഒരു കുറച്ച് ഇലയൊക്കെ ഉണ്ട്. ആ ഇല വേറെ വ്യത്യാസമുണ്ട്. ഇതുണ്ട് നീണ്ട ഒരൊക്കെ ഇല. ഈ പേരയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഇലയും പൂവാണ് ഈ കാണുന്നത്. നമ്മളിതൊക്കെ നട്ട് വളർത്തി 120 രൂപ കൊടുത്ത് മേടിച്ചിട്ട് ഒരു തൈ മേടിച്ച് നട്ട് വളർത്തി പരിപാലിച്ചെടുക്കുന്ന ഒരു തൈയാണിത്. അതിൻ്റെ ഒരു വളവും ഇട്ട് നനച്ച് പെറുക്കി കൊണ്ടുവന്ന് അതിൻ്റെ ഒരു കോലം നോക്കിക്കേ. ഇതുണ്ടോ ഒരു 2-3 മാസമായ ചെടിയത്. അതാകെ ഇത്രയും ഈ ഒരു കുഞ്ഞു വള്ളി വരെ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ടാണ് വന്നിരിക്കുന്നത്. അതേസമയം ഇതുണ്ടോ പ്രകൃതിയുടെ ഒരു അത്ഭുതം. ആ പൂ തന്നെ എന്ത് രസമാണ്. ഇനി അത് വിടരുമോയെന്ന് അറിയത്തില്ല, അത് അത്ര ഉള്ളോയെന്ന് അറിയത്തില്ല. ഇനി അടുത്ത ദിവസം നോക്കിയാൽ അറിയാം. ഞാനിപ്പോഴാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ളവർ ഒന്ന് പറയണം, ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം തോന്നുവാണെങ്കിൽ, അല്ല ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.